പ്രവാചകനുമായി ബന്ധപ്പെട്ട് മസ്ജിദുൽ ഖുബായുടെ അരികിലുള്ള 3 പ്രധാന സ്ഥലങ്ങൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അടയാളം കൂടിയാണ്. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ അസഹനീയമായ ഉപദ്രവവും വധഭീഷണിയും നേരിട്ട സാഹചര്യം. ഈ സമയത്ത് ദൈവനിർദ്ദേശപ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബിയും അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവത്തെയാണ് ഹിജ്റ എന്ന് വിളിക്കുന്നത്. ഹിജ്റ എന്നാൽ പലായനം എന്നർത്ഥം. മക്കയിൽ നിന്നും അക്കാലത്ത് 500ഓളം കിലോമീറ്റർ ദൂരത്തുള്ള മദീനത്തേക്ക് പുറപ്പെട്ട പ്രവാചകനെ മദീനക്കാർ എല്ലാ ദിവസവും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ റസൂൽ ആദ്യമായി എത്തിയ മദീനയിലെ ചെറിയ ഗ്രാമത്തിന്റെ പേരാണ് ഖുബ. അവിടെയുള്ള പള്ളിയാണ് ഖുബ മസ്ജിദ് എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധമായത്. മദീനയുടെ തെക്ക് ഭാഗത്തുള്ള ഖുബ മസ്ജിദിന് പ്രവാചകന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ആദ്യ പള്ളി എന്ന പ്രത്യേകതയുമുണ്ട്. മദീനയിലെ ഹറം കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ തവണ എത്തിയിരുന്ന പള്ളിയും ഇത് തന്നെയാണ്. ഇതാണ് പണ്ടുകാലത്തെ ഖുബായുടെ ചിത്രങ്ങൾ. ഭക്തിയാൽ നിർമ്മിക്കപ്പെട്ട ആരാധനാലയം എന്നാണ് വിശുദ്ധ ഖുർആൻ ഖുബായെ വിശേഷിപ്പിക്കുന്നത്. ആരെങ്കിലും ഇവിടെ എത്തി ശാരീരിക ശുദ്ധി വരുത്തി 2 റക്കാത്തുകൾ നമസ്കരിച്ചാൽ അത് ഒരു ഉംറക്ക് തുല്യമാണെന്നാണ് പ്രവാചക പാഠം. ഈ പള്ളിയും പരിസരവും അത്ഭുതകരമായ വിധത്തിലാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. 1 വർഷം മുമ്പൊക്കെ മദീനയിൽ വന്നവർ ഇപ്പോൾ ഖുബായെ കാണുമ്പോൾ അമ്പരന്ന് പോകും. പള്ളിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ പള്ളിയുടെ ചുറ്റുഭാഗവും അവിടെ തങ്ങുമ്പോഴുള്ള അനുഭൂതിയും വ്യത്യസ്തമാണ്. പ്രവാചകന്റെ മദീന കാലത്ത് അദ്ദേഹം അനുചരന്മാരുടെ കൂടെ ഇടപഴകിയ സ്ഥലം കൂടിയാണ് ഖുബ. അദ്ദേഹത്തിന് കൂടുതൽ അനുചരന്മാരുണ്ടായിരുന്നതും അവരുടെ താമസ കേന്ദ്രങ്ങളും ഇതിന് ചുറ്റുമായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയായിരുന്നു ഇവിടം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് അതെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും വിധത്തിലാണ് ഖുബായുടെ പരിസരത്തെ മാറ്റിയെടുത്തത്. കോവിഡിന് ശേഷം ഓപ്പൺ എയർ സ്പേസുകളാണ് സൗദിയിൽ പള്ളികൾക്കെല്ലാം കൂടുതലായി ഉപയോഗിക്കുന്നത്. കുട്ടികളെയൊക്കെ നല്ല തിരക്കുള്ള പള്ളികളിലേക്ക് പ്രവേശിപ്പിക്കാൻ നിയന്ത്രണമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഖുബായുടെ വികസനത്തിലും ഇതേ മാതൃക തന്നെയാണ് സ്വീകരിച്ചത്. ഇവിടെ പള്ളിയുടെ മുറ്റം ഇപ്പോൾ പള്ളിയുടെ ഉൾഭാഗം പോലെ തന്നെ. നമസ്കാര സമയമാകുമ്പോൾ കാർപ്പറ്റും കുടയും നിവർത്തും. നമസ്കാര ശേഷം ആളുകൾക്ക് ഇടപഴകാനും മറ്റുമായി മാറുകയും ചെയ്യും. ഖുബായുടെ വികസനത്തോടൊപ്പം പരിസരത്തെ ചരിത്ര പ്രദേശങ്ങളും വികസിപ്പിച്ചു കഴിഞ്ഞു. മറഞ്ഞുപോയതും അടയാളമില്ലാതെ പോയതുമായ സ്ഥലങ്ങൾ ചരിത്രകാരന്മാരുടെയും പണ്ഡിതരുടെയും സഹായത്തോടെ ശാസ്ത്രീയ പിന്തുണയോടെ പുനഃസ്ഥാപിച്ചു. ഖുബ പള്ളിക്ക് 4 മിനാരങ്ങളും ചെറുതും വലുതുമായ 56 താഴികക്കുടങ്ങളുമുണ്ട്. പ്രവാചകന്റെ കാലശേഷം 3ാം ഖലീഫയായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ സ്വഹാബിയായിരുന്നു ആദ്യമായി പള്ളി പുതുക്കി പണിതത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫ ആദ്യമായി മിനാരവും പണി കഴിപ്പിച്ചു. ഒട്ടോമൻ ഭരണകാലത്തും പള്ളി പുതുക്കി പണിതു. 1984-ൽ വിവിധ രാജാക്കന്മാർക്ക് ശേഷം ഫഹദ് രാജാവായിരുന്നു ഖുബ മസ്ജിദ് ഇന്ന് കാണുന്ന വിധത്തിൽ സമ്പൂർണ്ണ സംവിധാനങ്ങളോടെ വികസിപ്പിച്ചത്. 13,500 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് നിലവിൽ പള്ളി. 20,000-ലേറെ പേർക്ക് ഒരേ സമയം നമസ്കരിക്കാം. ഈ പള്ളിക്ക് നടുമുറ്റവുമുണ്ട്. ഇപ്പോൾ വെറും പള്ളിയായിട്ടല്ല മസ്ജിദുൽ ഖുബ വികസിപ്പിച്ചത്. ഇതിനോട് ചേർന്നുള്ള മുഴുവൻ ചരിത്ര കേന്ദ്രങ്ങളും പള്ളിയുടെ വികസനത്തിന്റെ ഭാഗമായി സംരക്ഷിത കേന്ദ്രമാക്കി. ഇതോടെ ഖുബ പ്രവാചക കാലത്തേതുപോലെ
ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായി മാറിക്കഴിഞ്ഞു. രാത്രികളിൽ സജീവമാണ് ഇവിടം. നിലവിൽ പള്ളി 50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാക്കിയാണ് വികസിപ്പിച്ചത്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് നഷ്ടപരിഹാരവും നൽകി. റസൂലിന്റെ കാലത്ത് ഏതു രൂപത്തിലായിരുന്നോ കുബായും പരിസരവും അതേ തരത്തിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇതിന്റെ വികസനത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സന്ദർശകരെത്തുന്ന മദീനയിൽ അവർക്ക് ഏറെ നേരം സ്വസ്ഥമായി കഴിയാനാകും വിധത്തിലാണ് കുബായുടെ ചുറ്റുഭാഗങ്ങൾ വികസിപ്പിച്ചെടുത്തത്. പ്രവാചകന്റെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയായിട്ടാണ് മസ്ജിദുൽ കുബ. എന്നാൽ ഹറമിൽ നിന്ന് നടന്നും ഇലക്ട്രിക് വാഹനത്തിലോ നടപ്പാതയിലൂടെയോ ഇവിടേക്ക് വേഗത്തിലെത്താം. ഇതിനായി പ്രത്യേക പാത തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രവാചകൻ പണ്ട് കുബായിൽ നിന്നും മദീന പള്ളിയിലേക്ക് നടന്നിരുന്ന വഴിയിലൂടെയാണ് ഈ വഴിയൊരുക്കിയത്. പ്രവാചകന്റെ ഇടപാടുകളാൽ നിറഞ്ഞ കുബായുടെ പരിസരം ലോകോത്തര നിലവാരത്തിൽ ചരിത്രവും പഴമയും ചോരാതെ ഇപ്പോൾ വിശ്വാസികൾക്ക് അനുഭവിക്കാം. 4 പ്രധാന ഇടങ്ങൾ നിലവിൽ ഇവിടെ അടയാളപ്പെടുത്തുകയോ വികസിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അവ ഇവയാണ്: 1. കുൽഥൂം ബിൻ അൽ ഹിദമിന്റെ വീട്. മദീനയിൽ പ്രവാചകനെ ഹൃദ്യമായി സ്വീകരിച്ച ഔസ് ഗോത്രത്തിലെ ബനി അമ്ര ബിൻ ഔഫ് ഗോത്രത്തിലെ പ്രമുഖനായിരുന്നു കുൽഥൂം ബിൻ അൽ ഹിദം. മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ പ്രവാചകൻ താമസിച്ചത് ഇദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. ആ വീട് നിലനിന്ന സ്ഥാനമാണിത്. കുബാ പള്ളിക്ക് നേരെ മുന്നിൽ നിന്നാൽ പള്ളിയുടെ ഇടതുവശത്തായിരുന്നു വീട്. അതിന്റെ ഇടം ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കുബായിൽ നിന്നും മദീന നഗരമധ്യത്തിലേക്ക് പുറപ്പെടുന്ന സമയം വരെ പ്രവാചകൻ തങ്ങിയ വീടുകളിൽ ഒന്നായിരുന്നു ഇത്. പ്രവാചകന്റെ ഏറ്റവും അടുപ്പമുള്ള അബൂബക്കർ സിദ്ദീഖ് ഖലീഫയും ഈ വീട്ടിൽ അന്ന് അദ്ദേഹത്തോടൊപ്പം തങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ മദീനയിലെത്തി 3-ാം ദിനമാണ് മറ്റൊരു അടുത്ത അനുചരനായ അലി ഇബ്നു അബി ത്വാലിബ് ഖലീഫ എത്തുന്നത്. അദ്ദേഹം ഉൾപ്പെടെ നിരവധി സ്വഹാബിമാരും ഈ വീട്ടിൽ അതിഥികളായി താമസിച്ചിട്ടുണ്ട്. വീട് പിൽക്കാലത്ത് കുബാ പള്ളിയുടെ വികസനത്തോടെ ഇല്ലാതെയാവുകയായിരുന്നു. രണ്ട്, സാദ് ബിൻ ഹൈത്തമയുടെ വീടിന്റെ സ്ഥാനം. മദീനയിലെ ഔസ് ഗോത്രത്തിലെ ബനി അൽസലാം കുടുംബത്തിൽപ്പെട്ട സാദ് ബിൻ ഹൈത്തമ എന്ന പ്രവാചക അനുചരന്റെ വീടിന്റെ സ്ഥാനമാണിത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ബദർ യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വീടും പ്രവാചക ചരിത്രത്തിലെ അടയാളമാണ്. കുബാ പള്ളിക്കരികിലെ കുൽത്തും ബിൻ അൽ ഹിദമിന്റെ വീടിനടുത്തായിരുന്നു ഇദ്ദേഹത്തിന്റെയും വീട്. ആ വീടിന് ശേഷം പ്രവാചകൻ ഇവിടെയായിരുന്നു തങ്ങിയത്. കാലക്രമേണ പള്ളി വികസിച്ചപ്പോൾ ഈ വീട് പള്ളിയുടെ ഭാഗമായി തീർന്നു. എങ്കിലും ചരിത്ര കുതുകികൾക്ക് അടയാളമായിട്ടാണ് ഈ സ്ഥാനം നിർണയിച്ചിരിക്കുന്നത്. ഇസ്ലാമിലെ ആദ്യകാല പ്രതാപികളായിരുന്ന ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, സയ്യിദ് ബിൻ ഹാരിസ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ബിലാൽ അൽ ഹബ്ബാഷി തുടങ്ങി നിരവധി പ്രമുഖരായ പ്രവാചകാനുചരന്മാരും ഈ വീട്ടിൽ ഹിജ്റയ്ക്ക് ശേഷം അതിഥികളായി തങ്ങിയിട്ടുണ്ട്. 3. അരീസ് എന്ന മോതിരക്കിണർ. അരീസ് കിണറിൻ്റെതാണ് ഈ സ്ഥാനം. കുബാ മസ്ജിദിന്റെ തെക്ക് പടിഞ്ഞാറ് വശത്താണിത്. അതായത് പള്ളിയുടെ മുൻവശത്ത് അഭിമുഖമായി നിന്നാൽ പിൻവശത്ത് ഇടതുഭാഗത്തായി. മോതിരക്കിണർ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട മോതിരം ഈ കിണറിൽ വീണ് നഷ്ടമായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖലീഫയുടെ കാലത്തായിരുന്നു ഈ മോതിരം കിണറിൽ വീണ് നഷ്ടമായത്. അതാണ് മോതിരക്കിണർ എന്നും പേര് വരാൻ കാരണം. പ്രവാചക ചരിത്രത്തിലും ഈ കിണർ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകനൊരിക്കൽ ഈ കിണറിന്റെ പടവിൽ ഇരുന്നിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ വലതുവശത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഖലീഫയും ഇടതുവശത്ത് ഉമർ ഇബ്നുൽ ഖത്താബുമായിരുന്നു. സ്വർഗത്തിലെ കിനാവുകൾ പ്രവാചകൻ അവർക്ക് ഈ കിണറ്റിൻ കരയിലിരുന്ന് സംസാരിക്കുന്നതിനിടെ സമ്മാനിച്ചെന്നാണ് ചരിത്രം. 4. ബനി ഉനൈഫ മസ്ജിദ്. കുബാ പള്ളിക്ക് പിറകിൽ ഇടതുവശത്തെ പാർക്കിങ്ങിന് സമീപത്തായാണ് ഈ പള്ളി. പ്രവാചകൻ മദീന ഭരിക്കുന്ന കാലത്ത് അനുചരൻ തൽഹ അൽ ബറയുടെ വീടായിരുന്നു ഇത്. അദ്ദേഹത്തെ സന്ദർശിക്കാനായി പ്രവാചകനും അനുചരന്മാരും പലതവണ ഇവിടെ എത്തുകയും നമസ്കരിക്കുകയും ചെയ്ത വീട്. ഈ സ്വഹാബിക്ക് വയ്യാതായ സമയത്തും പ്രവാചകൻ ഇവിടെ എത്തിയിരുന്നു. അന്നത്തെ പ്രധാന ഗോത്രങ്ങളായിരുന്ന ബനി അമ്ർ ബിൻ ഔഫ് ഗോത്രത്തിന്റെയും അൽ ഉസ്ബ ഗോത്രക്കാരുടെയും താമസ കേന്ദ്രത്തിന് ഇടയിലായിരുന്നു ഈ വീട് നിൽക്കുന്ന സ്ഥലം. ബനി അനീഫ് എന്നായിരുന്നു ആ ഗ്രാമം അറിയപ്പെട്ടിരുന്നത്. ആ പേരിൽ പിൽക്കാലത്ത് പ്രവാചക അനുയായികൾ നിർമ്മിച്ചതാണ് ഇക്കാണുന്ന പള്ളി. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. പള്ളി നിർമ്മാണത്തിനിടെ പ്രവാചകന്റെ വിയർപ്പും ശ്വാസവുമെല്ലാം ഏറ്റുവാങ്ങിയ ഇടമാണ് കുബ. അവിടെ ഏത് ഭാഗത്തും ആളുകൾക്കിപ്പോൾ തങ്ങാം. വൻ തിരക്കാണ് വാരാന്ത്യങ്ങളിലും റമദാനിലുമെല്ലാം ഇവിടെയുള്ളത്. റമദാന്റെ രാവുകളിൽ തറാവീഹ് നമസ്കാരത്തിന് ശേഷം പ്രഭാത നമസ്കാരം വരെ ഇവിടെ തങ്ങാൻ പാകത്തിലുള്ള സൗകര്യങ്ങളും സ്ഥാപനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹറമിലേക്ക് ഇവിടെ നിന്ന് നടന്നും ഇലക്ട്രിക് കാറുകളിലും സൈക്കിളിലുമെല്ലാം പോകാം. ആ വഴിനീളെ പ്രവാചകൻ നിരന്തരം എന്നോണം സഞ്ചരിച്ചതാണ്. കുബ അങ്ങനെ പ്രവാചകരുടെ ശ്വാസമായി മദീനയിലെത്തുന്നവർക്ക് കുളിരും ഊർജവും സുജൂദിലെന്ന പോലെ സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്നു.